Okay, next topic is Human Genome Project. HGP, Human Genome Project. HGPയുടെ സാധാരണ ഷോർട്ട് ഫോം തന്നിട്ട് ഫുൾ നെയിം ചോദിക്കാറുള്ളതാണ്. അത് തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. HGP മീൻസ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. നമ്മളൊരു പ്രോജക്റ്റ്, ഇതൊരു പ്രോജക്റ്റാണ് അല്ലേ. അതായത് എന്ത് പ്രോജക്റ്റ് ചെയ്താലും നമുക്കതിനൊരു റിസൾട്ട് കിട്ടുമല്ലോ അല്ലേ. അതേപോലെ ഒരു മെഗാ പ്രോജക്റ്റാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ആ ടേമിൽ തന്നെയുണ്ട് ജീനോംസ്, അതായത് ഒരു ഹ്യൂമൻ ബീങ്സിൻ്റെ ബോഡിയിലുള്ള എല്ലാ ജീൻസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക, അതിലുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ അതിൽ ചെയ്തിരിക്കുന്ന നൈട്രജൻ ബേസ് പെയറിൻ്റെ സീക്വൻസസ് കണ്ടെത്തുക, അതേപോലെ അതിലെ ഇൻഫോർമേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതൊക്കെയാണ് ഈ പ്രോജക്റ്റിൻ്റെ ഒരു എയിമായിരുന്നത്, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ 1990s സ്റ്റാർട്ട് ചെയ്തു ടു മാപ്പ് എൻറ്റയർ ജീനോം ആൻഡ് കംപ്ലീറ്റ് ഇൻ 2003. നോക്കുക, എൻ്റെ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ബോഡിയിലുള്ള എൻറ്റയർ ജീനോംസിന് മാപ്പ് ചെയ്യുകയും അത് സ്റ്റാർട്ട് ചെയ്തത് 1990s. അത് നോക്കിക്കുക, അത് അവസാനിച്ചത് 2003. എന്തോരം വർഷങ്ങളെടുത്തൊരു പ്രോസസ്സാണ് നോക്കിക്കുക, ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അത്രമാത്രം, അതായത് നമുക്കറിയാം ഒരു ഹ്യൂമൻ ബീങ്സിലുള്ള ബോഡിയിൽ ലെങ്ത് ഓഫ് ദി DNA, ഒരു പർട്ടിക്കുലർ സെല്ലിലുള്ള ലെങ്ത് ഓഫ് DNA എത്രമാത്രം ക്രോസ് അല്ലെങ്കിൽ എത്രമാത്രമാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അത്രയും നീളമുള്ള DNA അടങ്ങിയിരിക്കുന്ന എല്ലാ ജീൻസിനെയും മാപ്പിലോട്ട് മാറ്റിപ്പെടുക, അല്ലെങ്കിൽ അത് മാപ്പ് ചെയ്യലെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് അത്രയും ഡിഫിക്കൽട്ടി ഹ്യൂമൻ ബീങ്സിനാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാ ടെക്നിക്സുകളും കമ്പ്യൂട്ടർ, ബയോ ഇൻഫോർമാറ്റിക്സ് ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്ത ഒരു പ്രോജക്റ്റാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. And why it is called a mega project? Because the total estimated cost of this project, ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ പ്രോജക്റ്റിന് തന്നെ എസ്റ്റിമേറ്റ് കോസ്റ്റ് ചിലവായത് $9 billion ആണ്. $9 billion. And around 3,300 books were required for storing the information of DNA sequence of a single human cell. ഒരു സിംഗിൾ ഹ്യൂമൻ സെല്ലിൽ തന്നെ, ഒരു സെല്ലിലെയാണ് കാര്യം പറയുന്നത്, അതിൽ തന്നെ DNA ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ ഇത്രമാത്രം ബുക്സ് എടുത്തു. 3,300 ബുക്സ് അവർക്ക് വേണ്ടി വന്നു. എ ലാർജ് നമ്പർ ഓഫ് ഡേറ്റ വാസ് സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടർ. ഫോർ ദിസ് ബയോ ഇൻഫോർമാറ്റിക്സ് ഈസ് യൂസ്ഡ്. പുതിയ ടെക്നോളജിയായ ബയോ ഇൻഫോർമാറ്റിക്സ് യൂസ് ചെയ്ത് അവരിതിൻ്റെ ഡേറ്റാസ് മുഴുവനും കമ്പ്യൂട്ടറിനുള്ള സ്ഥിതി. ഇതിനൊക്കെ അവർ അത്രമാത്രം ടൈം എടുത്തു. അതേപോലെ ഇത്രമാത്രം എക്സ്പെൻസീവായ ഒരു പ്രോജക്റ്റാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് മെഗാ പ്രോജക്റ്റ്. വാട്ട് ആർ ദ ഗോൾസ് ഓഫ് HGP? ദാറ്റ്സ് ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത്, പ്രോജക്റ്റിൻ്റെ ഫസ്റ്റ് ഗോൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതൊക്കെയാണ് ഗോൾ എന്ന് പറയുന്നത്, ടു ഐഡൻറ്റിഫൈ ഓൾ ദ ജീൻസ് ഇൻ ദ ഹ്യൂമൻ DNA. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് അത് ടേമിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഗോൾസ് ചോദിക്കാൻ നിങ്ങൾക്ക് പറയാൻ പറ്റും. ജീൻസ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന DNA-യിലാണ്. അപ്പോൾ DNA-യിലെ എല്ലാ ജീൻസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക, ടു ഐഡൻറ്റിഫൈ ഓൾ ദ ജീൻസ് ഇൻ ഹ്യൂമൻ DNA. To determine the sequence of 3 billion pairs in human DNA. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടു ഡിറ്റർമൈൻ ദി സീക്വൻസ് ഓഫ് 3 billion. നമുക്കത് 3.36 ഇൻറ്റു 10⁹ ബില്യൺ 9 ബേസ് പെയർ ആണ് ഹ്യൂമൻ DNA എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിനെല്ലാം ഡിറ്റർമൈൻ ചെയ്യുക, അതിൻ്റെ സീക്വൻസ് മുഴുവനും ഡിറ്റർമൈൻ ചെയ്യുക. ടു സ്റ്റോർ ദിസ് ഇൻഫർമേഷൻ ഡേറ്റാബേസസ്, അത് ഓരോ നിൻ്റെയും കിട്ടുന്ന ഇൻഫർമേഷൻ മുഴുവനും കമ്പ്യൂട്ടറിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ടു അഡ്രസ് എത്തിക്കൽ, ലീഗൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ദാറ്റ് മേ അറൈസ് ഫ്രം ദിസ് പ്രോജക്റ്റ്. അപ്പോൾ നമുക്കറിയാം, ഓൾറെഡി നമുക്കറിയാം എന്ത് പ്രോജക്റ്റ്, എന്ത് നമ്മുടെ സൊസൈറ്റിയിൽ വന്നു കഴിഞ്ഞാലും അതിനെതിരെ ഇഷ്യൂസ് പൊന്തും. അപ്പോൾ അതേപോലെ അതിനൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. എത്തിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവാം, ലീഗൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്, സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിനെതിരെ അവർ അഡ്രസ്സ് ചെയ്യേണ്ടി വരിക. ഇതൊക്കെയായിരുന്നു ഈ ഗോൾസിന്. അപ്പോൾ അതിനുള്ള അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അതിന് അത്രമാത്രം എല്ലാ വശങ്ങളിലും അവർക്ക് മനസ്സിലാക്കിയിരിക്കണം പ്രോജക്റ്റിൻ്റെ അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഈ ഗോൾസ് ഓഫ് HGP. ടു ഐഡൻറ്റിഫൈ ഓൾ ദി ജീൻസ് ഇൻ ദ ഹ്യൂമൻ DNA, ടു ഡിറ്റർമൈൻ ദ സീക്വൻസ് ഓഫ് 3 billion base pair in human DNA, to store this information in databases, to address ethical, legal and social issues that may arise from this project. നെക്സ്റ്റ് മെത്തഡോളജിയാണ്. 2 മേജർ അപ്രോച്ചസ് ആണ് ഈ മെത്തഡോളജിക്ക് യൂസ് ചെയ്തത്.
First means expressed sequence tag, ESTS. Second one is sequence annotation. അപ്പോൾ ഇതിനുപയോഗിച്ച രണ്ട് മെത്തഡോളജിയാണ്, 2 അപ്രോച്ചസ്. ഏത് വേണമെങ്കിലും അവർക്ക് യൂസ് ചെയ്യാം, പക്ഷേ രണ്ട് അപ്രോച്ചസ് അത് ചെയ്ത് നോക്കി. ഫസ്റ്റ് വൺ എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്, ദാറ്റ് ഇസ് സീക്വൻസിങ് ദ ജീൻസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് RNA. ഇപ്പോൾ DNA ഉള്ള ജീൻസിന് ഒരു സീക്വൻസ് നടത്തിയാൽ അവരുടനെ അത് എക്സ്പ്രസ് ചെയ്യുന്നത് RNA ആയിട്ടാണ് അവരത് എക്സ്പ്രസ് ചെയ്തിരുന്നത്. സീക്വൻസ് അനോട്ടേഷൻ, that is sequencing the whole genome that contain the coding and non-coding sequence. അവർ നടത്തിയിരുന്ന ഹോൾ ജീനോം, എല്ലാ ജീൻസിൻ്റെയും സീക്വൻസ് നടത്തുമ്പോൾ അതിലവർ ആദ്യം ചെയ്തിരുന്നതിന് കോഡിങ് ആൻഡ് നോൺ കോഡിങ് സീക്വൻസസ് ഉണ്ടായിരിക്കും. സീക്വൻസിങ് ദ ഹോൾ ജീനോം, എല്ലാ ജീനോംസിനെയും അവർ അതിനകത്ത് കോഡിംഗ് ഉണ്ട്, നോൺ കോഡിങ് സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സീക്വൻസ് നടത്തിയത് കൊണ്ടാണ് കോഡിങ് സീക്വൻസസിലൊക്കെ എന്തൊക്കെ ഇൻഫോർമേഷനാണ്, നോൺ കോഡിങ് സീക്വൻസസിൽ എന്തൊക്കെയാണ് ഇരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഹോൾ ജീനോമിനാണ് ഇൻട്രോണോ എക്സോണോ ഒന്നിനെയും അവോയ്ഡ് ചെയ്തിട്ടില്ല, എല്ലാത്തിനും അവർ സീക്വൻസ് നടത്തി. ഇപ്പോൾ ഈ രണ്ട് മെത്തഡ്, സീക്വൻസ് അനോട്ടേഷൻ. അപ്പോൾ ഈ സീക്വൻസ് അനോട്ടേഷൻ്റെ പ്രൊസീജിയറാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. എങ്ങനെയാണ് ഇവർ നടത്തുന്നത് ഈ സീക്വൻസിങ് ദ ജീൻസ് എന്ന് പറയുന്നത്, സീക്വൻസിങ് ദ പ്രോസസ്സ്. ആ പ്രൊസീജിയർ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ.